ഐസൻ, വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം. എത്ര മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തു എന്ന് എനിക്ക് അറിയില്ല. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈനിൽ എത്തിയ വേളയിൽ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ അപ്രഖ്യാപിതമാണെങ്കിൽ പോലും വെടിനിർത്തൽ അവിടെ നടന്നു. പല വിദേശ രാഷ്ട്രത്തലവന്മാരും ശ്രമിച്ചിട്ട് നടക്കാത്തൊരു സംഗതി, പ്രത്യേകിച്ചൊരു ആവശ്യവും ഉന്നയിക്കാതെ, പ്രത്യേകിച്ചൊരു പ്രഖ്യാപനം നടത്താതെ, പ്രത്യേകിച്ച് നിർത്തണം എന്നൊരു ആവശ്യം പോലും വരാതെ നിർത്തിവെക്കുന്നു. യുക്രൈനിൽ ആ 24 മണിക്കൂറിൽ വ്യോമാക്രമണം മുന്നറിയിപ്പോടുകൂടി ഒരു സൈറണും മുഴങ്ങിയില്ല. അതുപോലെ ഗൗതം ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ പല രാഷ്ട്രത്തലവന്മാരും സന്ദർശിച്ചു. ഇരുട്ടിന്റെ മറവിൽ വന്ന് തിരികെ എത്തിയ ശേഷം ഞാൻ സന്ദർശിച്ചു എന്ന് പറഞ്ഞിട്ട് അവരുടെ നാട്ടിലെത്തിയതിനു ശേഷം അതെ. അപ്പോൾ ഇത് നൽകുന്ന ഒരു സന്ദേശം വളരെ വലുതല്ലേ ഐസൻ? തീർച്ചയായും പ്രദീപ്, ഈ നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് ഒരു അന്താരാഷ്ട്ര സഹവർത്തിത്വത്തിൻ്റെ ഒരു ധാരണയുടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു നീക്കത്തിൻ്റെ ഒരു സന്ദേശം തന്നെയാണ്. നമുക്കറിയാവുന്നതാണ്, റഷ്യയുമായുള്ള ഭാരതത്തിൻ്റെ ബന്ധം വളരെ വലുതാണ്, ശക്തവുമാണ്. കാരണം ഈ യുക്രൈൻ യുദ്ധവേളയിൽ റഷ്യ നേരിട്ട ഉപരോധങ്ങളുടെ പശ്ചാത്തലത്തിൽ റഷ്യയ്ക്ക് ഒരു സാമ്പത്തിക പിന്തുണയായി മാറിയേക്കാവുന്ന അല്ലെങ്കിൽ മാറിയ ഒരു ഓയിൽ പർച്ചേസ് പോലും അവിടെ നിന്ന് തൻ്റെ ഇടത്തോടെ നടത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സർക്കാരിനെ സാധിച്ചു എന്നത് തന്നെയാണ് റഷ്യയെ ഏറ്റവും സ്വാധീനിക്കുന്ന ഘടകം, അല്ലെങ്കിൽ റഷ്യ ഏറ്റവും അധികം ഭാരതത്തെ പിന്തുണയ്ക്കുന്നതിന് പ്രേരക ഘടകമായ വിഷയം. ഈ പ്രത്യേക സാഹചര്യത്തിൽ നമുക്കറിയാവുന്നതാണ്, യുക്രൈനിൽ ഈ യുദ്ധം ആരംഭിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഓയിൽ ഡിസ്ട്രിബ്യൂഷൻ, അതായത് അവരുടെ എണ്ണ വിറ്റ് ആ രാജ്യത്തിൻ്റെ സമ്പത്ത് വ്യവസ്ഥ നിലനിർത്തുന്നതിന് സാധിക്കാത്തൊരവസ്ഥയിൽ ഭാരതം കൈകോർത്ത് പിടിച്ചു റഷ്യയുമായി എന്നത് തന്നെയാണ് ശക്തമായ ഒരു സ്വാധീനമായി നിൽക്കുന്ന ഘടകം. ആ ഘടകം തന്നെയാണ് ഇന്ന് ഈ യുക്രൈൻ യുദ്ധത്തിൻ്റെ ഒരു പരിസമാപ്തിയിലേക്ക് നയിച്ചേക്കാവുന്ന ചർച്ചകളിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത്. രണ്ട് രാജ്യങ്ങളും, അതായത് യുക്രൈൻ ആയാലും അതുപോലെ തന്നെ റഷ്യ ആയാലും ഭാരതവുമായി മികച്ച സൗഹൃദം പുലർത്തുന്ന രാജ്യങ്ങളായതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു നീക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ സ്വാഭാവികമായും നേരത്തെ പ്രദീപ് സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിലുള്ള വെടിനിർത്തൽ ഉൾപ്പെടെ അല്ലെങ്കിൽ ഒരു താൽക്കാലികമായ ഒരു സംഘർഷാവസ്ഥയിൽ നിന്നും മാറി നിൽക്കാനുള്ളൊരു നീക്കം ഇരു രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും മിലിറ്ററി ലെവലിൽ ഉണ്ടായിരിക്കുന്നത്, സിവിലിയൻ ലെവലിൽ ഉണ്ടായിട്ടില്ല എന്നതുകൊണ്ടാണ് പുറത്തതൊരു ചർച്ചയാകാതെ വന്നത്. പക്ഷേ മിലിറ്ററി ലെവലിൽ ഉണ്ടായി എന്ന് തന്നെയാണ് അവിടുത്തെ അനുഭവങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോളണ്ട് സന്ദർശന വേളയിലോ അതുപോലെ തന്നെ യുക്രൈനിലെത്തിയ വേളയിലോ ഒരു സൈറൺ പോലും മുഴങ്ങിയില്ല. നേരത്തെ പ്രദീപ് സൂചിപ്പിച്ചതുപോലെ ഒരു സൈറൺ പോലും, ഒരു അലാം സൈറൺ, റോക്കറ്റ് സൈറൺ പോലും അവിടെ മുഴങ്ങിയില്ല എന്നതാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഘടകം. അതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാവുന്ന ചില സന്ദേശങ്ങളുണ്ട്. അവിടെ നിന്ന് ആ ഒരു പോയിന്റിൽ നിൽക്കുമ്പോഴാണ് പല കാര്യങ്ങളും പ്രധാനമന്ത്രിയുടെ ഇടപെടലിൻ്റെ, നയതന്ത്രപരമായ ഇടപെടലിൻ്റെ പ്രത്യേകതകളെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും വ്ളാഡിമിർ സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചയിൽ അദ്ദേഹം പറഞ്ഞത്, ബുദ്ധൻ്റെ നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. 140 കോടി ജനങ്ങൾ, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന 140 കോടി ജനങ്ങൾ ബുദ്ധൻ്റെ സംസ്കാരമാണ് പിന്തുടരുന്നത്, അഹിംസയുടെ സംസ്കാരമാണ്. അതുകൊണ്ട് തന്നെ യുദ്ധത്തിൻ്റെ കാലഘട്ടം കഴിഞ്ഞു. ഇനി സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും സഹവർത്തിത്വത്തിൻ്റെയും നമ്മളുടെ ഭാരതം മുന്നോട്ട് വയ്ക്കുന്ന G20 സമ്മേളനത്തിലെല്ലാം തന്നെ മുന്നോട്ട് വെച്ച വസുദൈവ കുടുംബകം എന്ന ആശയത്തിലേക്ക് ലോകം സഞ്ചരിക്കണമെന്ന നിലപാട് തന്നെയാണ് വളരെ കൃത്യമായി പ്രധാനമന്ത്രി ചർച്ചാവേളകളിലെല്ലാം തന്നെ ഉന്നയിച്ചത്. മാത്രമല്ല ദുരിതം അനുഭവിക്കുന്നവരോടുള്ള ആ ഒരു സഹവർത്തിത്വത്തിന് അല്ലെങ്കിൽ ഒരു സഹാനുഭൂതിയും അദ്ദേഹം വളരെ കൃത്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തു. മറ്റൊരു പ്രധാന വിഷയം നമ്മൾ എടുത്തു പറയേണ്ടത്, നമുക്ക് ഈ ദൃശ്യങ്ങളെല്ലാം കാണാൻ സാധിച്ചിരുന്നു. പ്രധാനമന്ത്രിയും സെലൻസ്കിയും ചേർന്ന് ഹസ്തദാനം ചെയ്യുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ബോക്സുകളെല്ലാം തന്നെ ഭാരതത്തിൻ്റെ ഭീഷ്മ എന്ന് പറയുന്ന താൽക്കാലിക ആശുപത്രി സംവിധാനങ്ങളാണ്. മിലിറ്ററി സംവിധാനങ്ങൾ, നമ്മൾ ബേലിപ്പാലം എന്നൊക്കെ പറയുന്നത് പോലെ അടിയന്തര സാഹചര്യങ്ങളിൽ സ്ഥാപിക്കാവുന്ന ആശുപത്രികളുടെ അല്ലെങ്കിൽ മെഡിക്കൽ കെയർ സംവിധാനങ്ങളുടെ ഒരു സംവിധാനമാണ് ഈ ഭീഷ്മ എന്ന് പറയുന്ന ഭാരത് ഹെൽത്ത് ഇനിഷ്യേറ്റീവ് ഫോർ ഹിത സഹയോഗ് ആൻഡ് മൈത്രി എന്നാണ് അതിൻ്റെ പൂർണ്ണമായ ഫുൾ ഫോം. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു സമ്മാനം കൂടി പ്രധാനമന്ത്രി യുക്രൈന് നൽകിയിരിക്കുന്നു. അതായത് ആശ്വാസമാകാൻ, അതായത് നേരത്തെ പറഞ്ഞതുപോലെ രക്തച്ചൊരിച്ചിലിൽ ആശ്വാസമാകാൻ, സ്നേഹത്തിൻ്റെ സന്ദേശമാകാനും കൂടി ഈ സമ്മാനം നൽകുന്നതിലൂടെ പ്രധാനമന്ത്രിക്ക് സാധിച്ചു എന്നതാണ്. അതായത് ഓരോ ഇടപെടലുകളിലും, അതായത് അവിടെ ചർച്ച ചെയ്യാൻ പോകുന്നു, അതുപോലെ തന്നെ ആ ഒരു സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ, വ്യോമപാതയിലെ സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു പ്രകോപനത്തിനുള്ള വഴി ഉണ്ടാക്കേണ്ടതില്ല, അല്ലെങ്കിൽ വ്യോമപാത താൽക്കാലികമായെങ്കിലും തുറക്കേണ്ടതില്ല എന്ന നിലപാട് പ്രധാനമന്ത്രി എടുക്കുന്നു. അതിൻ്റെ ഭാഗമായി ട്രെയിനിൽ ദീർഘദൂരം സഞ്ചരിക്കേണ്ടി വരുന്നു. അതെല്ലാം ചെയ്ത് ഒരു ത്യാഗോജ്വലമായ പ്രവർത്തനത്തിലൂടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തെ ലഘൂകരിക്കാനും ആ ലഘൂകരിച്ചതിന് ശേഷം ഇരു രാജ്യങ്ങളെയും ഒരു സൗഹൃദത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരാനുമുള്ള നീക്കമാണ് ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. തീർച്ചയായും ഭാരതത്തിനും ഇക്കാര്യത്തിൽ വലിയ നേട്ടങ്ങളുണ്ട്. കാരണം ഭാരതത്തിൻ്റെ നമുക്ക്
ചരിത്രത്തിലേക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഭാരതത്തിൻ്റെ ഡിഫൻസിൽ, അതുപോലെ തന്നെ വ്യവസായവൽക്കരണത്തിൽ, കൃഷിയിലെല്ലാം തന്നെ റഷ്യ വലിയ പിന്തുണ നൽകിയിട്ടുണ്ട്. നമ്മുടെ ഭക്ഷ്യസുരക്ഷയുടെ ഭാഗമായി നടന്ന അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളുടെ വിത്തുകളുടെ രൂപീകരണത്തിൽ വലിയൊരു സംഭാവന നൽകിയ രാജ്യമാണ് റഷ്യ. അതുപോലെ തന്നെ മിലിറ്ററി മിഗ് വിമാനങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. അതുപോലെ ഭിലായ് സ്റ്റീൽ പ്ലാന്റ് എല്ലാം തന്നെ ഇത്തരത്തിൽ റഷ്യയുടെ പിന്തുണയോടെ വലിയ വ്യവസായങ്ങളും സൈനിക പിന്തുണയും കാർഷിക പിന്തുണയും നമുക്ക് ലഭിച്ച ഒരു രാജ്യമാണ്. സ്വാഭാവികമായും റഷ്യയുമായുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനം തന്നെ ഈ വലിയൊരു അറ്റാച്ച്മെൻറ്റ് തന്നെയാണ്. അതുമാത്രമല്ല, നേരത്തെ യുക്രൈൻ്റെ ഭാഗമായിരുന്നു. 91 മുൻപ് യുക്രൈൻ റഷ്യയുടെ ഭാഗമായിരുന്നു, USSRൻ്റെ ഭാഗമായിരുന്നു. പിന്നീട് യുക്രൈനായി മാറുകയായിരുന്നു. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളും ഒരു കാലത്ത് ഭാരതവുമായി മികച്ച സൗഹൃദം നിലനിർത്തിയെങ്കിലും ആ സുഹൃത്തുക്കൾ തമ്മിൽ, അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങളുടെ ഒരു ഐക്യ സംവിധാനം വിട്ടുപോയി എങ്കിൽ കൂടി ആ പഴയ ആത്മാവിലേക്ക്, ആ സൗഹൃദത്തിൻ്റെ ആത്മാവിലേക്ക് പ്രധാനമന്ത്രി സഞ്ചരിക്കുക തന്നെയാണ്. തീർച്ചയായും അതുകൊണ്ടുള്ള വലിയ നേട്ടങ്ങൾ ഇനിയും വരാനിരിക്കുന്നു. സിവിൽ ഏവിയേഷനിൽ ഉൾപ്പെടെ യുക്രൈനുമായുള്ള ധാരണയിൽ ഭാരതത്തിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. ഇത് തന്നെയായാലും സമാധാന ചർച്ചകൾക്കപ്പുറം ആഗോള സൗഹൃദത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ആഗോള കുടുംബം, അല്ലെങ്കിൽ വസുധൈവ കുടുംബകം എന്ന് പറയുന്ന വസ്തുതയിലേക്ക്, ആ യാഥാർത്ഥ്യവൽക്കരണത്തിലേക്ക് ഭാരതം പോകുന്നു. വിശ്വഗുരുവായി പ്രധാനമന്ത്രി അതിന് നേതൃത്വം നൽകുന്നു എന്നതിന് തെളിവ് തന്നെയാണ് ഇന്നലെ നടന്ന സംഭവം. പരം വൈഭവത്തിലേക്ക് ഭാരതം മാറിക്കൊണ്ടേയിരിക്കുന്നു എന്നതിൻ്റെ തെളിവുകളാണ്. അപ്പോൾ മൈസിനോട് ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. കാരണം ഇത് 1 മാസത്തിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. റഷ്യയിലും ഉക്രൈനിലുമുള്ള ഒരു സന്ദർശനം എന്ന് പറയുന്നത് ജൂണിലായിരുന്നു റഷ്യയുടെ സന്ദർശനം, അതിനുശേഷം ഉക്രൈനിൽ. ഇപ്പോൾ സെലൻസ്കി പറഞ്ഞ ഒരു കാര്യമുണ്ട്, സമാധാന രാജ്യത്തിലേക്കൊരു സന്ദർശനം താൻ ആഗ്രഹിക്കുന്നു, അതായത് ഭാരതത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു, അത് ഉടനെ ഉണ്ടാകും എന്നുള്ളൊരു കാര്യം. തീർച്ചയായും പീസ് സമ്മിറ്റിൻ്റെ കാര്യമാണ് രജനി ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് 93 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു ആഗോള സമാധാന സംവിധാനമാണ് ഗ്ലോബൽ പീസ് സമ്മിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഗ്ലോബൽ പീസ് സമ്മിറ്റിൻ്റെ സ്വിറ്റ്സർലൻഡിലെ സമ്മേളനം ഈ ജൂലൈയിലാണ് നടന്നത്. അത്തരത്തിൽ ഇനിയുള്ള സമ്മേളനം ഭാരതത്തിൽ നടത്തണമെന്നൊരാവശ്യം കൂടി സെലൻസ്കി ഉന്നയിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഭാരതം ലോകത്തിൻ്റെ സമാധാനത്തിന് നേതൃത്വം നൽകുന്ന, വലിയൊരു സന്ദേശം നൽകുന്ന ഒരു വലിയ ഇവൻറ്റിന് സാക്ഷ്യം വഹിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാവുന്നതാണ്, ഈ അടുത്ത ദിവസങ്ങളിലാണ് G20 രാജ്യങ്ങളുടെ സമ്മേളനം നടന്നത്. G20 രാജ്യങ്ങളുടെ സമ്മേളനം ഭാരതത്തിൽ നടന്നു, ഭാരതത്തിൻ്റെ അധ്യക്ഷതയിൽ നടന്നു. പിന്നീട് അത് അടുത്ത രാജ്യങ്ങളിലേക്ക് പോകുന്ന അതിൻ്റെ റൊട്ടീൻ പരിപാടികളായി അത് മുന്നോട്ട് പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ G20 രാജ്യങ്ങളിൽ ആഫ്രിക്കൻ യൂണിയൻ ഉൾപ്പെടുത്തുന്നതുൾപ്പെടെയുള്ള വലിയ മുന്നേറ്റങ്ങൾ ഭാരതത്തിൽ നടന്ന സമ്മേളനത്തിൽ നടത്തി എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ 93 രാജ്യങ്ങൾ എന്ന കണക്കിൽ നിന്നും UN-ൻ്റെ രജിസ്ട്രിയിലെടുത്താൽ 193 രാജ്യങ്ങളാണ് പെർമനൻ്റ് അംഗങ്ങളായുള്ളത്. ആ 193 രാജ്യങ്ങളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനുള്ള ഒരു ഭാരതത്തിൻ്റെ നീക്കമായി തന്നെ ആ സമാധാന സമ്മേളനം മാറാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. അതുമാത്രമല്ല, എടുത്തു പറയേണ്ടത്, ഇത്തരത്തിലൊരു സമാധാന ശ്രമം ഭാരതം ലോകത്തിന് അഹിംസയുടെ സന്ദേശം മുന്നോട്ട് വെച്ച ബുദ്ധഭഗവാന്റെ നാട്ടിൽ ഇത്തരത്തിലൊരു സമാധാന സമ്മേളനം നടക്കുമ്പോൾ ആ സമാധാന സമ്മേളനം ലോകത്തിന് നൽകുന്ന സന്ദേശവും വലുതാണ്. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത്, ഈ അടുത്ത കാലങ്ങളിലെല്ലാം തന്നെ ഈ ചർച്ചാ വിഷയമായത്, നയതന്ത്ര രംഗങ്ങളിലെല്ലാം തന്നെ വ്യാപകമായി ചർച്ചാ വിഷയമായൊരു വിഷയമാണ് UN-ൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടു എന്നൊരു സൂചനയുണ്ട്. അത്തരത്തിൽ UN-ൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടു, പല വിഷയങ്ങളിലും UN-ന് നേരിട്ട് ഇടപെടാൻ പറ്റാത്തൊരു സാഹചര്യം കൂടി നിലനിൽക്കുമ്പോൾ UN-ൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടു എന്നൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് G20 സമ്മേളനം നടന്നത്. അതേ സാഹചര്യത്തിലാണ് ഇപ്പോൾ സമാധാന സമ്മേളനത്തിലേക്ക് പോകുന്നത്. ഒരു പക്ഷേ ഈ ഭാരതം നേതൃത്വം നൽകുന്ന, ഗ്ലോബൽ സൗത്ത് നേതൃത്വം നൽകുന്ന ഒരു അന്താരാഷ്ട്ര സംവിധാനം, ഈ ലീഗ് ഓഫ് നേഷൻസ് പോലെ, അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് പോലെ ഒരു അന്താരാഷ്ട്ര സംവിധാനം ഉയർന്നു വരാനുള്ള സാധ്യതയും വരും വർഷങ്ങളിൽ തള്ളിക്കളയാനാവില്ല. തീർച്ചയായും യൂറോപ്യൻ യൂണിയനുമായുള്ള ഭാരതത്തിൻ്റെ സഹകരണത്തെയും ഈ നീക്കങ്ങൾ യുക്രൈനുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുമെന്ന കാര്യത്തിലും തർക്കമില്ല.